ഹലോ ഗൈസ്, നമ്മളെന്നുള്ളത് ബാങ്കോക്കിലെ കോങ്തോ മാർക്കറ്റിലാണ്. പച്ചക്കറി മാർക്കറ്റ് ഉണ്ടല്ലോ, ഫിഷ്, ഇറച്ചി, എല്ലാ ഐറ്റംസുകളും ലഭിക്കുന്ന ഒരു മാർക്കറ്റിലാണുള്ളത്. ഫേമസ് മാർക്കറ്റാണ്, അത്യാവശ്യം തിരക്കുള്ളൊരു മാർക്കറ്റാണ്. നമ്മൾ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാണ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ, കോങ്തോങ് മാർക്കറ്റ്, ബാങ്കോക്ക്. ഇതുണ്ടോ ചെറിയ മാങ്ങയാണിത്. സ്റ്റിക്കി റൈസ് ഇതവിടെ. ഇത് ഇവിടുത്തെ അരികളാട്ടോ. ഇതുണ്ടോ ഇവിടെ സ്റ്റിക്കി റൈസ് ഉണ്ടല്ലോ, നമ്മൾ കപ്പുൻക കഴിക്കുന്ന ആ റൈസാണത്. തിളങ്ങ് നോക്കിയ ഇത് പ്ലാസ്റ്റിക്കറ്റാണത്. ഇന്നുണ്ട് വേറെ ടൈപ്പ് റൈസ്. ആകെ കുറഞ്ഞ സ്ഥലമുള്ളൂ, ഇതിൽ നടക്കും വേണം, വണ്ടിയും പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു ബേക്കറി ഐറ്റംസ് ഉണ്ടോ, അതിൻ്റെ കൂടെ കറികളും എല്ലാ ഐറ്റംസും ഉണ്ട്. ചെമ്മീൻ, പാത്രക്കടവാണ്. ഇത് ഫ്ലവർ കടയിൽ തന്നെ ഡ്രസ്സും ഉണ്ട്, പച്ചക്കറി ഉണ്ട്, മീനും ഉണ്ട്. ഒക്കെപ്പാടെ മുഷക്കല. ഇത് ഉണക്കലിൻ്റെ കട കേട്ടോ. ഉണക്കമീലിൻ്റെ ഒക്കെ ഓരോ വൃത്തി നോക്കി, എന്താ അതിൻ്റെ ഒക്കെ ഒരു വൃത്തി ഉണ്ടോ. ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇവിടെ എന്തായാലും നല്ല നീറ്റാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും പിന്നെ ഇവരെ ഈ തട്ടുകടകളിലൊക്കെ നല്ല നീറ്റ്നെസ്. അവിടെ നോക്കിയ ഗർബേര, ചെമ്മീൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാൽ 220 ബാക്കി, 260 ബാക്കി. ചെമ്മീനൊക്കെ വലിയൊരു വില ഒന്നുമില്ല. 220 പറയുമ്പോൾ ഒരു ഉണ്ട്, വലുതിനനുസരിച്ചുള്ള വില ഉണ്ട് കേട്ടോ. അത് ഫ്രഷാണേ, ഇതൊന്നും ഐസിട്ടല്ല കിടക്കുന്നത്. ഇതൊക്കെ ഇതിന് മേലൊന്നും ഐസില്ലല്ലോ. പല കളറിലാണ്, ചിലത് ഡാർക്ക് ഉണ്ട്, ചിലത് വൈറ്റ് ആണ്. കൂടുതൽ ഐസിൽ കുളിപ്പിച്ച് കിടത്തുന്നല്ലോ അല്ലേ, ഫ്രഷായിട്ട് കിടക്കണല്ലോ. നോക്കിയൊക്കെ കണ്ടോ ഗൈസ്, വൃത്തി നോക്കിയാൽ. ഇതേപോലത്തെ മീൻ തന്നെയാണ് നമുക്ക് ഏത് കടയിൽ പോയാലും, റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ, നമ്മളെ തട്ടുകടയിലായിക്കോട്ടെ, നമ്മൾ കിട്ടുന്നത്. അവിടെ ആയാലും നല്ല ഫ്രഷ് മീനാണല്ലോ. പഴയതിൻ്റെ പരിപാടിയൊന്നും ഇവരുടെ അടുത്തില്ല. ഇത് ചെറിയ ബേക്കറി ഐറ്റംസുകൾ. നമ്മളെ നാട്ടിൽ മുട്ടസുർക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിവിടെ അത്യാവശ്യം നല്ല പോക്കുണ്ടല്ലോ. ഒരു ബേക്കറി ഐറ്റംസിലുള്ളൊരു സാധനമാണ്. അങ്ങനെ കേക്കും മറ്റൊരു മറിച്ചതൊക്കെ ആയിട്ട്.
ഇതുണ്ട് കൊഞ്ചാണ്. കൊഞ്ചിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാണ്. ഞണ്ട് ഇതെന്താ തേന്, ഇതുണ്ടോ തേന്, ഇലകൾ, പലജാതി ഇലകളുണ്ട് ഈ നാട്ടിൽ. ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണ ഇലകൾ ഉണ്ടോ. കോഴിക്കോട് കോഴി താറാവോ എന്താണ് നമ്മുടെ നാട്ടിലെ എന്താ ഇതിൻ്റെ പേര്? മറ്റേതിൻ്റെ പേരുണ്ടല്ലോ, മൊയ്യല്ല, വേറെന്തോ സാധനം, ഇഞ്ചിയുള്ള സാധനം, ഏട്ട അല്ലേ? ഏട്ടൻ്റെ ഒക്കെ മരത്തൊരു സാധനം. ഒക്കെ ഫ്രഷ് സാധനമാണ്. ആ മീൻ ജീവനോടൊക്കെയാണ് കട്ട് ചെയ്യണത്. നോക്കി ആ ഇതെന്താ പേക്കറോ തവള, നല്ല ചുണ്ടുമണി പോലത്തെ തവള. ഓ നല്ല ഇറച്ചില്ല സാധനം അല്ലേ? നമുക്കൊന്ന് വൈകുന്നേരം തവള ഇറച്ചിയാക്കാം. എന്താ പോത്തത് അതോ പന്നിയാണ്? ഇതാണ് ഇതിവിടെ ഒരു ഇതും ഭക്ഷണത്തിലൊക്കെ ഇടുന്നുണ്ട്, ഓരോ വെറൈറ്റി ഭക്ഷണത്തിൽ. ഇത് ചെറുപ്പയർ മുളപ്പിച്ചാൽ തോന്നുന്നുണ്ട്. ഈ സാധനം ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? കരിമീൻ പറഞ്ഞാൽ വലുതെടുത്തോളി, ചെറുത മതിയോ? ക്ലീനിങ് യെസ്. Oh. ഇത്ര പെട്ടെന്ന് ക്ലീനിങ് കഴിഞ്ഞില്ല. ബാഗ് ധരിച്ചു ഒറ്റ അടിയില്ല തലക്ക് അടിമ കഴിഞ്ഞ്. ഇളകല്ല മീൻ അവിടെ കിടക്ക്, ഇപ്പം ശരിയാക്കി തരാം. അവിടെ അതാണ് കഴിഞ്ഞോട്ടെ. ഡോണ്ട് പ്ലേ ബോയ്സ്.
ഇതൊക്കെ ലൈവ് ഫിഷാണ്. അതുകൊണ്ട് അവിടെ ആ ഒരു ഡ്രമ്മിൽ ആ ഒരു ഇതിൽ കണ്ടില്ല, വെള്ളം നിറച്ചിട്ട് അയിലാണത്. കണ്ണണയില നാട്ടിലെ ഇതുണ്ടോ നീരാളി. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ കഴിച്ചു. ഇവരെ ഭക്ഷണം ഒരുവിധമൊക്കെ കഴിച്ചാണ്.อันนี้10 พันอันนี้10 พันเจ็ดตัววันนั้นเองเอาไปทอดไหมวะ